ലൈഫ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത ചില സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഞാൻ മിക്കതും കടന്നു പോവുക. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കങ്ങനെയാണ്. കുറച്ചു കാലം മുന്നേ വരെ ഞാൻ തോന്നിയതുപോലെ എണീക്കുക, എപ്പോൾ എണീറ്റാലും ഫുഡ് റെഡി ആയിരിക്കും, അതെടുത്ത് കഴിക്കുക, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ കാലത്ത് എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഒരു വീടിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനത്തെ ഒരു ലൈഫായി. സത്യം പറഞ്ഞാൽ മറ്റേ ഒരു ലൈഫ് എവിടെയായിരുന്നു കറക്റ്റായിട്ട് എൻ്റെ ആയതെന്ന് കൂടെ ഞാൻ ഓർക്കുന്നില്ല. ചപ്പാത്തി നൈസായിട്ട് ഫ്ലോപ്പായി ഗൈസ്. ചപ്പാത്തിയിൽ ആക്ച്വലി വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് കുറേ ഉള്ള പൊടിയൊക്കെ ഇട്ട് ഞാൻ ആ ചപ്പാത്തി ഒന്നുകൂടെ കുഴച്ചെടുത്തു. എൻ്റെ ചപ്പാത്തിക്ക് ഇതൊരു കംബാക്കാണ് കേട്ടോ. വെള്ളം അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഈ ഗ്ലാസ് കൊണ്ട് പരത്തുന്ന പരിപാടി ഞാൻ അമ്മേൻ്റെ നിന്ന് കണ്ടുപിടിച്ച കേട്ടാ. ചപ്പാത്തി പലകയും കോലും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് യൂസ് ആക്കാറ്. ഇതിപ്പോൾ ഇല്ലാത്ത സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡാണ് ചപ്പാത്തി എങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാട്ടാ. കമ്പാരിറ്റീവ്ലി നല്ല എഫേർട്ട് ഇതിന് കൊടുക്കണ്ടേന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കറക്റ്റ് റൗണ്ടിൽ പരത്താൻ മാത്രം എക്സ്പേർട്ടൊന്നും അല്ലാട്ടാ ഞാൻ. ഇതിപ്പോൾ ഞാനും ഏട്ടനല്ലേ കഴിക്കാനുള്ളൂ, അതുകൊണ്ട് ഷേപ്പിലൊന്നും ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല കേട്ടാ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ മീൻകറിയാണ് കേട്ടോ. മീനില്ലാത്തൊരു മീൻകറി. സംഭവം ഇന്നലത്തെ മീൻകറിയാണ്, അതുകൊണ്ടാണ് അതിനകത്ത് മീനില്ലാത്തത്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ചപ്പാത്തി നന്നായിരുന്നു കേട്ടോ. ആവശ്യത്തിലധികം വെള്ളം കൂടി പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു ചപ്പാത്തി. അപ്പം അത്രേ ഉള്ളൂ, ബൈ.